ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു കോളേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. ഞാനേ കുറേ തിരക്കിട്ട പണികളായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ തൊഴിലുറപ്പിനും കാര്യങ്ങൾക്ക് പോകല്ലേ. അപ്പം എല്ലാം ടൈം ടേബിൾ പോലൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാം ഇതാകുന്ന പോലെ ആകത്തില്ലോ. അപ്പം അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. ഇപ്പോൾ സമയം 10:45. എനിക്ക് അത്യാവശ്യമായിട്ട് ഉപ്പുകറിയത് പോകണം. മെയിനായിട്ട് CRലോട്ട് പോകണം. എന്നാണ് ഇത് കുറച്ച് സ്വർണ്ണം ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചേട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ ക്യാഷൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുന്നത്? കുറച്ച് സ്വർണ്ണം മേടിക്കാം അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി സ്വർണ്ണം മേടിക്കണം. പിന്നെ ബാങ്കിലൊന്ന് പോകണം, റേഷൻ കടയ്ക്ക് പോകണം. എൻ്റെ കോഴിയുടെ തീറ്റയൊക്കെ തീർന്നു. ഗോതമ്പ് ഇച്ചിരി കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെ കോഴിത്തീറ്റ മേടിക്കണം അത്യാവശ്യമായിട്ട്. ചേട്ടാ ഇന്നലെ ഞാൻ പറയാൻ മറന്നുപോയി. ഇപ്പം ഇതുവരെ വഴക്ക് കേൾക്കാം. അതുകൊണ്ട് പിന്നെ ഒരു കോള് വരുന്നു, കട്ടാക്കി വിട്ടു. നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് കേട്ടോ. ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു. എന്തായാലും ക്ഷമിക്കുക. ഇപ്പോൾ കോൾ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ബാങ്കിൽ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ റേഷൻ കടയൊക്കെ അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് താമസമാകും. പിന്നെ ബാങ്കിലാണെങ്കിൽ ഇപ്പം ചെന്ന് റിവ്യൂ കണ്ടോ, മെഷീൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. എല്ലാവരും ക്ഷമിക്കുക. കറണ്ടും ഇങ്ങനെ വേരിയേഷൻ ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കമ്പിളി മാത്രം കഴുകിയിട്ടു. ബാക്കി തുണിയൊക്കെ ഞാൻ വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം മെയിനായിട്ട് ഇച്ചിരി ഗോൾഡ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നാണ് ഗോൾഡ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വീഡിയോയ്ക്ക് അതിനെ കണ്ടു. നമുക്ക് എന്താ പറയുക, ദൈവം നമ്മളെ എന്നാ പറയുന്നത് കുഞ്ഞു ഇതൊക്കെ ആണെങ്കിലും തന്നു നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഓരോ ദിവസവും നമുക്ക് സന്തോഷങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം അതിന് ഒരു കൂട്ടത്തിലുള്ള ഒരു കൊച്ചു സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഓടിപ്പോയി വീഡിയോ കണ്ടു യൂസ് ചെയ്യാണ്ട് ഞാനപ്പോൾ പിറകൊക്കെ പോയിട്ട് ഓടി വരട്ടെ. നമ്മുടെ ഈ പൂവൊക്കെ പോയിട്ട് കഴിഞ്ഞു. ഇങ്ങനത്തെ ചെടി മേടിച്ചാൽ എന്നാ കൂടിപ്പോയോ 1-2 മാസമേ ഇരിക്കത്തുള്ളൂ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. പൂ കഴിയുമ്പോൾ അതിൻ്റെ പരിപാടിയും കഴിയും. പിന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം ഏതായാലും അല്ലേ. ഇതുണ്ടോ കഴിയാറായി. മണിപ്ലാന്റൊക്കെ ചേട്ടായി ഈയിടെ വളം ഒഴിച്ചു കൊടുത്തപ്പം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കയറി സേവ്രിയൻ്റെയൊക്കെ അവിടെ പണി ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അല്ല അവർ വേറെ പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മിഷൻ വർക്ക് ഇല്ലാണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിഷീൻ്റെ നല്ല സൗണ്ടാണ് കേട്ടോ. കണ്ടോ ഭയങ്കര സൗണ്ടല്ലേ. നമ്മുടെ ഇതിൽ എത്ര പൂ ഉണ്ടായെന്ന് നോക്കി. കണ്ടോ നല്ല ഇഷ്ടംപോലെ പൂ ഉണ്ടായി കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് തൊഴിലുറപ്പൊന്നുമില്ല. അപ്പോൾ രാവിലെ തന്നെ മിറ്റമൊക്കെ ഒന്ന് തൂത്തു. എന്നിട്ടിനി പെരയ്ക്കകത്തെ പരിപാടികൾ ചെയ്യാൻ പോകും. അയ്യോ ഭയങ്കര സൗണ്ടാണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരിക്കും അല്ലേ. ഈ സൗണ്ട് ഭയങ്കര സൗണ്ടല്ലേ. അമ്മേ ഇത്രയും ദിവസം കേൾക്കാതെ ഇരുന്നുകൊണ്ട് ഞാൻ കഥ അടച്ചു നോക്കട്ടെ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോരായിരുന്നു. അപ്പോൾ എല്ലാം ഓർഡർ അനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും എല്ലാം ഇച്ചിരി താളം തെറ്റി കിടക്കുന്നത്. അപ്പോൾ ചേട്ടായി ഇന്നലെ ഇത് കണ്ടോ, ഇതേലായിരുന്നു ചേട്ടായി ഇന്ന് സാമ്പ്രാണി കത്തിച്ച് വെക്കുന്നത്. ഏതായാലും മേടിച്ചുകൊണ്ട് വന്ന സാധനമൊക്കെ സൂപ്പറായി. ഇന്ന് കത്തിച്ചിട്ടൊക്കെ എന്നെ സാമ്പിളൊക്കെ കാണിച്ച് തന്നിട്ട് അവിടെ വെച്ചിട്ട് പോയതാട്ടോ രാവിലെ. പിന്നെ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഇതാണ് പ്രശ്നം. വോൾട്ടേജ് മൊത്തം പോകും. എൻ്റെ ദൈവമേ, ഞാൻ മെഷീനകത്ത് തുണി അലക്കാൻ ഇട്ടേക്കോ, മെഷീൻ കത്തിപ്പോകുമെന്ന് അറിയത്തില്ല. എൻ്റെ മാതാവേ, അതാണ് ഒരു പ്രശ്നം. ഭയങ്കര ഇതാണ് ഇവിടെ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കണ്ടോ വോൾട്ടേജ് പോകുന്ന പൂക്കുണ്ടോ. ദൈവമേ മതി. ഈ റൂമിനാകുമൊക്കെ അങ്ങനെ നല്ല പക്കയായിട്ട് കിടപ്പുണ്ട്. ഒന്നും ഇതായിട്ടില്ല. ഇനി പിള്ളേർ വരാറാകുമ്പോഴത്തേന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കഴിയാൻ മതി. ഇപ്പോൾ ഷീറ്റ് മാറണ്ട. പിന്നെ ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്ന ആ സാധനത്തിൻ്റെ കവറും പാക്കറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കളയണം. അതൊക്കെ എടുത്താൽ കൊണ്ടുപോയി കളയണം. പിന്നെ മുറിയിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇന്നലെ വൈകിട്ട് കഴിഞ്ഞ ദിവസം മടക്കിയ തുണിയെല്ലാം എടുത്തോണ്ടിട്ട് മടക്കിയത് വെച്ചില്ല കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കണം. ജനലൊന്നും തുറന്നില്ല. രാവിലെ ഇച്ചിരി കൂടെ മഞ്ഞും തണുപ്പുണ്ട്. അത് കഴിഞ്ഞ് തുറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മുറിലോട്ട് വന്നു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അലക്കാമെന്ന് ഓർത്ത് കമ്പിളി ഞാൻ അലക്കാനായിട്ട് ഇട്ടു. മെഷീനകത്ത് കിടക്കുന്നു. അപ്പം ഇവനെ എല്ലാം ഒന്ന് മാറ്റണം കേട്ടോ. ചേട്ടാടെ എല്ലാം ഊരി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയേക്കുക. അതെല്ലാം ഒന്ന് കഴുകണം. രാത്രിയിലുണ്ടല്ലോ, ഇന്നലെ ഒരു സന്ധ്യയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. എന്നാണെന്നറിയോ, ഒരു 5-6 പട്ടിയുണ്ട്. കില്ലപ്പട്ടികളെന്ന് വെച്ചാൽ വെറും കില്ലപ്പട്ടികൾ കേട്ടോ. ഈ എന്നാ പറയുന്നത് നല്ല പിന്നെ വീട്ടുകാരുടെയും വീട്ടിൻ്റെയും ഒന്നും അല്ല. വെറും കില്ലപ്പട്ടികൾ ഇങ്ങനെ കിടന്നുകൊണ്ട് എവിടെയോ പെറ്റ് വരി ഇങ്ങനെ വന്ന് കിടന്നുകൊണ്ട് ഈ സെവിയുടെ ഷെഡിനോട് വന്ന് കിടന്നുകൊണ്ട് ഭയങ്കര കുരയും കടിയും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരെണ്ണമാണെങ്കിൽ കുത്തി ചെയ്തിട്ട് മണ്ടലോട്ട് നോക്കിയിട്ട് കൂവെന്ന് ഓരിയിടുന്നു.
അപ്പം എനിക്ക് കണ്ടപ്പോഴത്തേനും എന്തോ ഒരു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് തലങ്ങ് പൊട്ടിപ്പോകുന്ന മാതിരി വേദന എടുക്കുന്നു, ഭയങ്കര കടിപിടി ബഹളം. അത് സന്ധ്യ മയങ്ങുകയും ചെയ്തു എൻ്റെ മോനെ. എന്നിട്ട് എന്നാണോ പിന്നെ ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊള്ളുന്നില്ല, അതാണോ എന്നാണോ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. പിന്നെ ഞാൻ പോയി ആവിയൊക്കെ ഇട്ട് വലിച്ച് ആവിയൊക്കെ വെച്ച് ചേട്ടായി വന്നപ്പോൾ BP നോക്കിയതാണ് കേട്ടോ, BP ലോ ആണോ എന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് BP ഇച്ചിരി കുറവാണ്, പക്ഷേ ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് തന്നെ പോകുന്നു, കുഴപ്പമില്ല കേട്ടോ. അതിനെടുത്ത് വെച്ചാൽ എല്ലായിടത്തും കുറേ കില്ലപ്പട്ടികളുണ്ടേ, മറ്റുള്ളവർക്ക് ദ്രോഹോ ശല്യമായിട്ട് വെറും കില്ലപ്പട്ടികൾ. ഇന്നലെ തൊഴിലുറപ്പിന് പോയപ്പോഴും അതെ, അവിടെ ഞങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ചില സമയത്ത് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അല്ല ഉപ്പിടുന്ന സമയത്ത് മേറ്റൊക്കെ വന്നില്ലെങ്കിൽ ഇച്ചിരി സമയമൊക്കെ നമ്മളവിടെ റെസ്റ്റ് ഇരിക്കും. അവരുടെ വഴിയിലൊക്കെ ഈ പ്രായമുള്ളവരൊക്കെ അല്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ ഇച്ചിരി ഇതാക്കി ഒരുക്കിയൊക്കെ ഇട്ടിട്ടുണ്ടേ ഇരിക്കാനായിട്ടൊക്കെ. വെയിലാണ് പടുതായൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ, മഴയാണ് പടുത കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുവരെ പടുതായൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അവിടെയും ഇതുപോലെ ഒരു 3-4 എണ്ണം മറ്റുള്ളവർക്ക് പാരയായിട്ട് എന്താ ചെയ്യാൻ അന്നേരത്തിന് കല്ലെടുത്ത് അമ്മാമ്മയും അച്ഛമാറ്റിയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് നല്ല ഏറ് കൊടുത്തു കിട്ട്. അപ്പം ഞാൻ ഓർത്തു അന്ന് എന്നോട് അതെല്ലാം കൂടെ വന്നതാണോ നടത്തില്ല സന്ധ്യയ്ക്ക്. ഞാൻ പിന്നെ കഥ തുറക്കാൻ പോയില്ല, ഈ കില്ലപ്പട്ടികൾ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്തിനാണ് തുറക്കുന്നത് എന്നോർത്ത് തുറന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പം BPയും കാര്യങ്ങളും ഒന്നുമില്ല. കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. ഞാൻ വാഷിംഗ് മെഷീനകത്ത് കമ്പിളി ഇട്ടേക്കുമായിരുന്നു കേട്ടോ, അത് കണ്ടോ ഒന്ന് ഇതാക്കി കളഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും അവനായിക്കോളും. കോഴിക്കുട്ടന്മാരവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരെണ്ണം രാവിലെ തന്നെ മുട്ടയിട്ട്, എന്നും ഞാൻ പിന്നെ തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും 2 അവളുമാരും മുട്ടയിട്ട് വെക്കും കേട്ടോ. ഇന്ന് ഏതായാലും ഇപ്പോൾ ഇട്ടു, അത് ഞാൻ എടുത്തുകൊണ്ട് വെച്ചു. ഇനി കുറേ പരിപാടികളുണ്ട്, അലക്കാനും പറക്കാനും ഒക്കെ കിടക്കുന്നുണ്ടോ. അങ്ങനെ കുറേ രാവിലത്തെ കിച്ചണിലെ കാഴ്ച ഇതാണ് കേട്ടോ. ഇതെന്നാണെന്നറിയോ, മസാലക്കൂട്ടാണ് ഇത്. ഗരം മസാല നമുക്ക് പൊടിക്കാനായിട്ടുള്ള അതെല്ലാം അവനെ ഒന്ന് വെയിലത്തെടുത്ത് വെക്കാൻ ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ അടയാണ്, ഞാൻ പകുതി മതി, ഫുള്ള് വേണ്ടാന്ന് തോന്നി, പകുതി മതി. അപ്പോൾ ചായ എടുത്തു വെച്ചു, അടയെടുത്ത് വെച്ചു, നിറച്ച് പതച്ച് ഇവിടെ വരെ വെച്ചതാണ് കേട്ടോ. ഞാൻ ചായ വീഡിയോ ഒക്കെ എടുത്തിട്ട് താതുപോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ആവിയൊക്കെ ഇട്ട് വലിച്ച് ചുക്ക് കാപ്പിയൊക്കെ ആയിട്ടൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ എന്നതാ ഇത്ര വലിയ സ്വർണം മേടിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. നമുക്ക് നാക്കിന് പഞ്ഞമില്ല, നാക്കിന് നാണമില്ലേ വയറിന് പഞ്ഞമില്ല, അങ്ങനെ എങ്ങാണ്ട് പറയുന്നേക്കാം ഒരു പഴഞ്ചൊല്ല്. എന്ന് പറഞ്ഞ നമുക്ക് നാക്കുകൊണ്ട് എന്ത് കടയിലും ചളവള 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 ചളവള, ഒരു പരിധി കഴിഞ്ഞാൽ ചളവള പ്രശ്നമാകും അല്ലേ. അപ്പം ചളവള പറഞ്ഞതല്ല, എന്ത് നേട്ടം ഒരു മിഞ്ചി ഒടിഞ്ഞു പോയി കേട്ടോ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ അന്ന് ആ കാലിൻ്റെ നഖം പറിച്ചില്ലേ, ആ സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഞാനത് ശരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ നീക്കി വെച്ചതാണ്. ഡോക്ടർക്ക് അതൊരു ശല്യം ആവരുതല്ലോ എന്ന് കരുതി. അന്നേരം എനിക്ക് തോന്നിയായിരുന്നു അതിൻ്റെ സൈഡ് ശരിക്കും ഇച്ചിരി വളഞ്ഞു പോണക്കായല്ലോ ദൈവമേ. നമ്മൾ പെട്ടെന്ന് ആ വേദനയുടെ ഇടയ്ക്കും കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്തു പോയതാണ്. പക്ഷെ അത് ഇപ്പം 2-3 ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേനും അതങ്ങനെ ഒടിഞ്ഞിരിക്കുക. അപ്പോൾ ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുമ്പോൾ നമ്മളൊന്നും ഇടുന്നില്ലായിരുന്നല്ലോ അല്ലേ, വളയും ചെയിനും ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇവനെ ഒന്നും മാറാൻ നോക്കപ്പോൾ ഭയങ്കര വിലയാണ്, എങ്ങനെയാവും നടത്തില്ല. ഇതെനിക്ക് എൻ്റെ ഒരു പൊന്നു മോള് കഴിഞ്ഞ പോലത്തെ വർഷം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു സങ്കടം വന്നാൽ അവനെ ഒന്ന് നമ്മുടെ CREന്നല്ലേ ഉള്ളേ. പിന്നെ എന്നെ പേടിക്കാനാ, കാശിരിക്കില്ലടേ അതെനിക്ക് പുല്ലടേ എന്ന് പറഞ്ഞെടുക്കുക. അവിടെ ചെന്ന് CREയുടെ എൻ്റെ മിഞ്ചി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനെന്നാ സിന്ധു കൊണ്ടുപോക്കോ, സുനിലല്ലേ ഉള്ളത്, സുനിൽ ഗൂഗിൾ പേ ചെയ്തോളൂ എന്ന് പറയും. അതല്ലെങ്കിൽ സിന്ധുവിൻ്റെ മോളല്ലേ ഉള്ളതെന്ന് പറയും. കാരണം മോളും അവളും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോയി അതൊന്ന് മാറി മേടിക്കാമെന്ന് ചോദിച്ചു. ഭയങ്കര വില കൂടി നിൽക്കുമോ, എങ്ങനെ ആവും നടത്തില്ല, എന്തായാലും പോയി നോക്കാം അല്ലേ. അതൊന്ന് മാറി മേടിച്ച് നമുക്ക് അത് ഇട്ടുകൊണ്ടിരുന്നിട്ട് നമ്മളുണ്ടല്ലോ പിന്നെ ഇല്ലാണ്ടാകുമ്പോൾ ഒരു സങ്കടം, ഒരു ചെറിയ വിഷമം. എനിക്കെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരെ എടുത്ത് നോക്കുകയാണെങ്കിലേ ഒത്തിരി മറ്റേ ഈ വരവ് സാധനങ്ങളെല്ലാം മേടിച്ച്, ഈ വീതിയുള്ള വളയും കൊലുസും സാധനങ്ങളെല്ലാം മേടിച്ച് വെറുതെ ക്യാഷ് കളയും. ആ സമയത്ത് അതൊരു 4 എണ്ണം മേടിക്കുന്നതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഒരു തരിയേ ഉള്ളൊരു ഒരു കുഞ്ഞ് സ്റ്റഡാണ്ട് മേടിച്ച് വെച്ചാൽ നമുക്കൊരു പെട്ടെന്നൊരു വയ്യോ നമുക്ക് ഓടിക്കൊണ്ടുപോയി അത് വിൽക്കാം. സ്വർണ്ണം എന്ന് പറയുന്ന സാധനം നമുക്ക് ഭൂമി പോകാനെക്കാട്ടും ഭൂമി നമുക്ക് പറഞ്ഞു പറക്കിയൊക്കെ വിൽക്കണമെങ്കിൽ ലേറ്റ് ആവും. ആ സമയത്ത് സ്വർണ്ണമാണെങ്കിൽ നമുക്ക് ഓടിക്കൊണ്ടുപോയി വിറ്റിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താം. അതുകൊണ്ട് ഞാൻ ഓവറായിട്ടുള്ള ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ ഒരുങ്ങുന്ന സാധനങ്ങൾ അങ്ങനത്തെ ഇതൊന്നും അങ്ങനെ അധികം മേടിച്ച് ക്യാഷ് കളയാറില്ല. ഒരു കുഞ്ഞു സാധനമാണെങ്കിലും
ആണെങ്കിലും മേടിക്കും. ഇപ്പം എൻ്റെ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒടിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിനകത്തൊരു എൻ്റെ ദൈവമേ അത് ഒടിഞ്ഞു പോലും അതല്ല നമ്മൾ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു പിന്നെ അത് ഇല്ലാതിരിക്കുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ എനിക്കത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ റെഡിയാക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അത് നല്ല ക്വാളിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അപ്പോൾ എന്തായാലും ഞാനതാ പോയി മാറാൻ പോകുന്നത് കേട്ടോ. അപ്പം സ്വർണ്ണമൊക്കെ എടുക്കാം. സ്വർണ്ണം തന്നെയാണല്ലോ, ഒരു തരിയാണേലും പൊന്ന് തന്നെയാന്ന് പറയും. അപ്പം ഞാൻ ഇവനെയൊക്കെ പോയി മാറി മേടിച്ചിട്ട് ഓടി വരാം കേട്ടോ. അങ്ങനെ ഉപ്പുകറിക്കൊക്കെ പോയിട്ട് വന്ന് കേട്ടോ. റേഷനൊക്കെ മേടിച്ചു. കടയിൽ ഗോതമ്പൊന്നും ഇല്ലായിരുന്നു. അയ്യോ ഒരു കാര്യം മറന്നുപോയി, കോഴിത്തീറ്റ. ഞാനിപ്പോൾ ചേട്ടായോട് വിളിച്ച് പറയാം ദൈവമേ മതി. അതാണ് ഇപ്പോഴാണ് ആ വണ്ടിയിലെങ്കിൽ കൊണ്ടുവരായിരുന്നു, മറന്നുപോയി. പിന്നെ റേഷൻ കടയിൽ പോയി അരിയും ആട്ടയും പച്ചരിയും കുത്തിരി കിട്ടി. പിന്നെ നമ്മുടെ സ്വന്തം സിയാറിൽ വന്നു. സിയാറിൽ വന്നിട്ട് ഒരു സാധനം മേടിച്ചു. എന്നാ സാധനം ഒന്ന് കാണിക്കട്ടെ. എന്നാ സാധനം ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ ഒടിഞ്ഞു പോയത്? അപ്പോൾ കാണിച്ചായിരുന്നു ഒടിഞ്ഞു പോയത്. അപ്പം വേണ്ട ഇതാണ് കേട്ടോ, ഒടിഞ്ഞു പോയായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ വേറെ മേടിച്ചു കേട്ടോ. കാരണം അത് നമ്മൾ ഇട്ട് കണ്ടിരുന്നിട്ട് പിന്നെ അതില്ലാതാകുമ്പോഴത്തേനും എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം. അപ്പം എന്തായാലും ദൈവം സഹായിച്ച് നമുക്ക് മേടിക്കാനായിട്ടുള്ള വഴി തമ്പുരാൻ കാണിച്ചു തന്നു. അപ്പം നമ്മളങ്ങ് മേടിച്ചു. പിന്നെ എന്തായാലും കാലിൽ ഇട്ടൊക്കെ നോക്കാം. ചേട്ടായി കഴിഞ്ഞ ദിവസം ഒരു ചെരുപ്പ് മേടിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെരുപ്പും ഇട്ട് ഈ മിഞ്ചി ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ കാല് ഇതെല്ലാം ആയിട്ടിരിക്കുകയാണ്, നഖമൊക്കെ ഇതാകാണ്ട് റെഡിയാകാണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ എൻ്റെ നഖമൊക്കെ എല്ലാവരും കണ്ടോ? നഖമൊക്കെ കരിഞ്ഞ് റെഡിയായി സെറ്റായി കേട്ടോ. അപ്പം മിഞ്ചി ഇതാണ് പുതിയത് മേടിച്ചേക്കുന്നത്. മറ്റേത് കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി പൈസയും കൂടെ കൊടുക്കണമായിരുന്നു. കണ്ടോ, അത് ഇട്ടിട്ടേ പിന്നെ അത് ഇല്ലാതെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ മേടിച്ചു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞേരം കേട്ടോ. എന്നാലും വാങ്ങിത്തന്ന മൂക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ ഈ കാലം കണ്ടില്ല അവൾ ചോദിക്കും എന്നെ അമ്മ അതിടാത്തത്, എന്ത് ചെയ്യാമേ അതെന്നൊക്കെ ചോദിച്ചു കളയും. അതുകൊണ്ടാണ് പിന്നെ കൈയോടെ തന്നെ മേടിച്ചത് കേട്ടോ. ഒരാളൊരു സമ്മാനമായിട്ട് തരുമ്പോൾ അതെന്നും നിലനിർത്തിക്കൊണ്ട് പോകാനല്ലേ നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ അത് വിറ്റ് പുട്ടടിക്കാനല്ലല്ലോ നോക്കേണ്ടത്. അതാണ് ഞാൻ ഇച്ചിരിയോടെ പൈസ ആയെങ്കിലും വേണ്ടിയല്ലെന്ന് വിചാരിച്ച് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി എന്നാ പറഞ്ഞേ, ചേട്ടായി വരുമ്പോൾ ഇച്ചിരി ഫുഡൊക്കെ കൊടുത്തിട്ട് കയറി കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ അത്യാവശ്യം ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തൊഴിലുറപ്പിന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം പോവേ. ഇന്ന് പണിയുണ്ടായിരുന്നെങ്കിലും ഒത്തിരി സമയമുള്ളവർക്ക് എനിക്ക് തോന്നുമായിരുന്നു. ഉപ്പേർക്കൊക്കെ പോയിട്ട് വന്നിട്ടാണെങ്കിലും കുറേ സമയമുള്ളവർക്ക് തോന്നുന്നു. ചെറിയൊരു ചീറ്റിലൊക്കെ ഉണ്ട്. ഇപ്പം ആ ഇത് കൂട്ട് കൊണ്ടുവന്ന റേഷനരിയൊക്കെ ഇച്ചിരി മുമ്പേ ഞാൻ ഇട്ട് വെച്ചത്, അതിൻ്റെ ആ പൊടി അടിച്ചതിൻ്റെയാന്ന് തോന്നുന്നു. ചെറിയൊരു തുമ്മാൻ വരുന്ന മാതിരിയൊക്കെ. അതാണ് ഒരു പ്രശ്നം. പൊടിയൊന്നും എനിക്ക് ഒട്ടും അടിക്കാൻ പറ്റത്തില്ല. നമ്മൾ വീടൊക്കെ അങ്ങനെ ഭിത്തിയൊക്കെ അങ്ങനെ റെഡിയാക്കിയെങ്കിലും അത് വീണ്ടും അങ്ങനെ തന്നെ ആവുക. ഇങ്ങനത്തെ ഈ പൊടി അടിച്ച ഈ ഫംഗലിൽ ഇതാതാവും ഈ പ്രശ്നം. കല്യാണിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നേരം എന്നാ പറഞ്ഞ വീഡിയോ എടുക്കാനായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. പകുതി സമയം കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ ഓരോന്ന് ചെയ്തപ്പോഴൊക്കെ ഫുഡ് കഴിച്ചപ്പോഴൊക്കെ ഓർത്തേ വീഡിയോ എടുക്കാൻ, അന്നേരം ഒന്നും കറണ്ട് ഇല്ലായിരുന്നു. ഇന്ന് എന്നാ അറിയില്ല, പകുതി മുക്കാൽ സമയം കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റേ യൂട്യൂബിൻ്റെ ഫോണിൽ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഫോൺ എടുത്താലും ബെല്ലടിച്ച് അന്നേരം കട്ടായി പോകത്തുള്ളൂ, എടുക്കാൻ പറ്റത്തില്ല. വൈഫൈ അല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്നങ്ങനെ അധികം കോൾ എടുത്തില്ല കേട്ടോ. അതാണ് കാരണം. വീഡിയോ കാണുമല്ലോ എന്നാണേലും. ഇന്ന് കുറേ സമയം കല്യാണിയുടെ കൂടെ ഒക്കെ ചുമ്മാ ഇരുത്. അതെ എന്നാന്നോ, ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ കറി വെച്ചു. ഇത് 2 ബിരിയാണി അല്ല, റൈസ്, സോറി, ഇരിപ്പുണ്ടായിരുന്നു, ചേട്ടായിക്കുള്ളതുണ്ട്. അപ്പോൾ പിന്നെ വേറെ വലിയ അടുക്കളയ്ക്കകത്ത് കുക്കിംഗ് പരിപാടി ഇന്ന് വലിയ കാര്യമായിട്ട് ചെയ്തിട്ടേ ഇല്ല. ബാക്കിയുള്ള പണികളുണ്ടായിരുന്നു ഇന്ന് ഇച്ചിരി. അപ്പം ഞാൻ എന്നാ ചെയ്തതെന്നറിയോ, രാവിലെ ഞാൻ അടയുണ്ടാക്കി, ചിക്കൻ കറി, നിങ്ങൾ കണ്ടില്ലേ, ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. പിന്നെ അതിൻ്റെ ഒരു പകുതി അടയിരിക്കുമായിരുന്നു, അത് ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ അതിനിടയ്ക്ക് പേരയ്ക്കപ്പഴം കഴിച്ചു, ചെറുപഴം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ പിന്നെ ഈ വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം വൈകിട്ട് ഒരു 4-5 മണിയായപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി. എല്ലാ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് ഇച്ചിരി റവ എടുത്ത് കുഴച്ച് പുട്ടുണ്ടാക്കി കഴിച്ചു.
എന്നാ ഇന്നലെ ഞാൻ ഒരു നേരം ബിരിയാണി കഴിച്ചായിരുന്നു. ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഏറെ കൂട്ടി ഇച്ചിരി റൈസ് കഴിച്ചായിരുന്നു ഇന്നലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ. അതുകൊണ്ട് ഇന്ന് കഴിച്ചില്ല. ഇത്ര ഞാൻ ചോറ് കഴിപ്പങ്ങ് കഴിവതും ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ണം കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറയുന്നുണ്ടോ എന്ന് പറയാം, അല്ല ഇച്ചിരിയൊക്കെ. പക്ഷേ എന്നാലും ഉണ്ട് ഓവറായിട്ട്. ഇവിടെ എല്ലാം പാടിയുടെ ഇതിനിട്ടൊക്കെ കൊള്ളുന്ന ഈ ചട്ടിക്കട്ടും കിട്ടിക്കിട്ടും ഒക്കെ കൊള്ളും. നമ്മൾ പണി ചെയ്യുമ്പോഴത്തേക്കേ സ്ത്രീകൾക്കറിയാമല്ലോ, അടുക്കള എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും അതേ ചട്ടിയുടെയും പാനിൻ്റെയും ഒക്കെ സൈഡിൽ കൂടെ കൈയുടെ സൈഡൊക്കെ കൊള്ളും. എന്നിട്ട് പുള്ളി ഇരിക്കും പാടും പിടിച്ചല്ലേ. പണി ചെയ്യുന്നവർ കേട്ടോ, പണി ചെയ്യത്തില്ലാത്തവർക്ക് ഒന്നും പറ്റുന്നില്ല കേട്ടോ. പണി ചെയ്യുന്നവർ ചിലർ അടുക്കളക്കാരെ ഒന്നും ചെയ്തില്ലോ. എന്നാ പറയുന്നത്, എന്നാ ഇപ്പം എന്നാണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വിളിച്ച് ഹലോ മറ്റേ സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നേരെ ഇന്ന വീട്ടിലോട്ടെന്ന് പറഞ്ഞാൽ അന്നേരം വീട്ടുപടിക്ക് വരും. അങ്ങനെ കഴിക്കുന്നവരുണ്ടല്ലോ കുറേ അധികം ആൾക്കാർ. അപ്പം അവരുടെയൊക്കെ കൈയൊക്കെ കാണാൻ നല്ല സൂപ്പറായിരിക്കും. നമ്മൾ പണി ചെയ്യുന്നവരുടെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇതിപ്പോൾ സിന്ദൂരം ഇട്ടതാ. ഈ മൊത്തം ഇങ്ങനെ പൊട്ടി ഇരിക്കുന്ന കണക്ക് ഇരിക്കുവേ. അത് കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് വെള്ളത്തിൻ്റെ ഇതുകൊണ്ടാണ്, അളവ് കുറവുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. ഞാൻ കുടിക്കുന്ന പോലെ വെള്ളം ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ വെള്ളം കുടിക്കാനേ എനിക്കറിയത്തില്ല. അയ്യോ ദൈവമേ. 90 ചെന്നാൽ എന്നെ ചേച്ചിമാർ കളിയാക്കാം, എന്ത് വെള്ളമാണ് കുടിക്കുന്നത്? വെള്ളം മാത്രമാണോ ഇത്? കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പുറത്തോട്ട് കളയണ്ടേ. അപ്പോൾ ഞാൻ ഏത് സമയം പോക്കാം. അതിനു വേണ്ടിയിട്ട് എന്നെ അവർ കളിയാക്കാം. ഇത് വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പോരണ്ടേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ ഇത് പറഞ്ഞിട്ട്. അവൾക്ക് തന്നെ ഇന്ന് പിന്നെ പിള്ളേർക്കൊക്കെ അവധിയല്ലായിരുന്നോ, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം മണ്ണിനകത്ത് കളിയായിരുന്നു, മുകളിലത്തതും താഴത്തങ്ങളും ഒക്കെ. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആരും കയറി വന്നിട്ട് പറഞ്ഞു, സിന്ധുമ്മേനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ, സിന്ധുമ്മ എവിടെയായിരുന്നു? ഇവിടെ ഇല്ലായിരുന്നോ? എന്നെ കാണുന്നില്ലല്ലോ, ഞാൻ തൊഴിലുറപ്പിന് പോവല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം സിന്ധുമ്മ എവിടെ പോയിട്ട് വന്നതാ? ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉപ്പരയ്ക്ക് പോയിട്ട് വന്നതാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേനും ആഡോണി കയറി വന്നു കേട്ടോ. മുകളിലത്തെ കൊച്ചു കയറി വന്നിട്ട് 2 ഇത് കൂട്ടുണ്ടായി കയ്യിലെ റംബൂട്ടാൻ. അപ്പം ഞാൻ പറയണേ എനിക്ക് പറഞ്ഞതാണ്, ഇല്ല തരത്തില്ല, ഞങ്ങളുടെ റംബൂട്ടാനാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഈ മുട്ടായി ഉണ്ടായി, നീ എനിക്ക് റംബൂട്ടാൻ തരത്തില്ലോ. അയ്യോ ഞാൻ സിന്ധുമ്മയ്ക്ക് തരാം എന്ന് പറഞ്ഞോട് പറഞ്ഞാൽ തരും കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട പോന്ന് ഇതോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് പിള്ളേരുടെ കൂടെ ഒക്കെ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ കൂടെ. എന്നെ പറഞ്ഞാലും ഈ പിള്ളേരെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ഒരു ഇതാ അല്ലേ. തമ്പുരാനെ എൻ്റെ ദൈവമേ, കുഞ്ഞുങ്ങളെ എത്രയാന്ന് പറയാനും തമ്പുരാൻ്റെ ഒരു വരദാനം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ കുറേ നേരം കളിച്ചു അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായി അല്ലേ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോയിട്ട് ശരിയാവും. അല്ലല്ലേ ഈ ആഴ്ച എന്നാ പറഞ്ഞാലും കരോട്ടെന്ന് ഞാൻ പറയുന്നത് വീട്ടിലോട്ടാണ് കേട്ടോ. സന്തോഷനോടെയോ കുട്ടാളോടെയോ മോനാടോടെയോ അവിടെയൊക്കെ പോകുന്നതിനാണ് കരോട്ട് പോവാന്ന് പറയുന്നത്. മലയ്ക്ക് ഉദ്ദേശിച്ച് പറയുന്നതാണ് കേട്ടോ കരോട്ടെന്ന്. വിഷ്ണുവാണ് ഇവിടെ പറയും, അമ്മ ഇത് എന്നതാ അമ്മ ഇത് കരോട്ടയാണോ നിങ്ങൾ പഠിക്കുന്നത്? അത് എന്നെ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം കരോട്ട മുകളിൽ എന്നൊക്കെ പറയേ, മോളിൽ കയറി പോകും. കുമാരിച്ചിച്ചിരി അവിടെ പോവാണെങ്കിൽ ഞങ്ങൾ പറയും കരോട്ട് പോവാന്ന്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായില്ലേ തൊഴിലുറപ്പ് കാരണം ഒരിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ലല്ലോ. ഒത്തിരി ദിവസമായി എല്ലാവരെയും കണ്ടിട്ട്, അമ്മേനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി. അമ്മയ്ക്ക് ചെറിയ പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചാൽ കിട്ടത്തില്ലേ, ചിലപ്പം വെല്ലം ഉണ്ടെങ്കിൽ അമ്മ എവിടെ അങ്ങനെ ഇരിക്കുകയോ കിടക്കുകയൊക്കെ കേട്ടില്ലെങ്കിൽ അറിയില്ല. ഇന്ന് എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചു, മോൻ എന്നെ എടുക്കുക, ഒന്നും കണ്ട ഒരു കാര്യം ഓർത്ത് എൻ്റെ മാമ വിഷമിക്കണ്ട, സങ്കടപ്പെടേണ്ട, തൊഴിലുറപ്പുണ്ടായിരുന്നോ, മോന് പനി മാറിയോ വയ്യാഴിക മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാ പറഞ്ഞാലുമേ അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. സത്യം അവിടെ ഓരോ കാര്യങ്ങൾ ഇന്നമ്മ എന്നാ നടത്തില്ല പ്രത്യേകിച്ച്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും വിളിച്ച് അന്വേഷണവും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇന്നിങ്ങോട്ട് വിളിച്ചേക്കുക. എന്നാടുക്കുക സുനിൽ എന്തി മോൻ എന്നാടുക്കുക, ഫുഡ് കഴിച്ചോ? നീ വയറ് നിറച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോണം, സന്തോഷമായിട്ട് ഇരുന്നോണം കേട്ടോ. ഇനിയുള്ള കാലം നീ അത് മതി, നീ അങ്ങനെ ജീവിച്ചാൽ മതി കേട്ടോ അതൊക്കെ പറഞ്ഞു. അപ്പം ഞാനടുത്ത് ദൈവമേ ഇത് എന്നാ അത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലമ്മ ഞാൻ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു. അമ്മമാർക്കേ ഒരാവലാതിയും വേവലാതിയൊക്കെ വരുമല്ലോ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ. ചില കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനേ. പക്ഷേ നമ്മൾക്ക് എന്താ പറയുന്നത്, എല്ലാം വഴിയേ നമുക്ക് കാണാം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് നല്ലൊരു ദിവസമല്ലേ, സ്വർണ്ണമൊക്കെ കിട്ടി. പിന്നെ അത്യാവശ്യം വീടെല്ലാം നീറ്റാക്കി വൃത്തിയാക്കി നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് എന്നാ പറഞ്ഞത് സിറ്റിക്ക് പോയതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ. അയ്യോ കോഴിക്ക് തീറ്റ കിട്ടിയിട്ടില്ല, അത് ഇടയെ വിളിച്ച് പറയട്ടെ. നാളെ കൊടുക്കണമെങ്കിൽ ഇല്ല. ഇപ്പം ഞാൻ കുത്തരി അയച്ചിട്ട് എടുത്തുകൊണ്ട് ഇട്ട് കൊടുത്തത്.
അത് കുത്തി 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 മൊത്തം താഴെയും കളയുവാന്നേ, മുട്ടയിടുന്നതല്ലേ, അപ്പോൾ അത് വിശക്കത്തില്ലേ സമയത്ത് അത് അങ്ങനത്തെ കൂടായതുകൊണ്ട് മൊത്തം കുത്തി 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 താഴോട്ടിടും. ഒത്തിരി തീറ്റ വേസ്റ്റായി പോവുക. എന്നാ ചെയ്യാനാ? ഇനിയിപ്പം നല്ലതായിരുന്നു താഴെ എങ്ങനെ ഒരു കൂടങ്ങ് ശരിക്ക് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് പണിതെടുത്താലോ എന്ന് എനിക്ക് പ്ലാനുണ്ട്. കാരണം വരുമാന മാർഗ്ഗമല്ലേ, നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ നമുക്ക് ഈ ഇച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ, അതാ പ്രശ്നം. അപ്പുറത്തുകാർക്കും ഇപ്പുറത്തുകാർക്കൊക്കെ സ്മെല്ല് കൊണ്ടൊക്കെ പ്രശ്നമായാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ്. പക്ഷെ 2 3 വളർത്തുന്നതിന് വലിയ പാടില്ല കേട്ടോ. ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്. അത് ഇറങ്ങി ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിൽ 2 മുട്ടയൊക്കെ ഇട്ട് തന്നു. അപ്പം തീറ്റ വിളിച്ച് ഞാൻ പറയട്ടെ. അപ്പം എന്തായാലും ഇന്നും ദൈവകൃപ കൊണ്ട് തമ്പുരാൻ്റെ ഇഷ്ടം കൊണ്ട് നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു. പുട്ട് കയറി വരുന്നു. പുട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ. റവപ്പുട്ട് പ്രത്യേകിച്ച് എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പേ ഒരു 6:30 7 ഞാൻ കഴിച്ച് കഴിയും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മുമ്പേ 6 6:30 ആയപ്പോൾ കഴിച്ച് കഴിഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ രാത്രി കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് രാത്രി കഴിച്ച് കഴിയുമ്പം പിന്നെ ഭയങ്കര വയറെല്ലാം ഭയങ്കര വിമിഷ്ടമായിട്ട് നമുക്ക് തോന്നും. അതങ്ങനെയാണ്. അതുകൊണ്ട് നേരത്തെ കഴിച്ചാണ്. അപ്പം പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുന്നില്ല ഞാൻ. എനിക്ക് വേറെ ചേട്ടാനെ ഒന്ന് വിളിക്കേണ്ട 1 2 അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇട്ട് വിളിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പൊട്ടിച്ചാൽ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.